ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് മേലാറ്റോ. നമുക്കെല്ലാവർക്കും ഗോൾ ഉണ്ടായിരിക്കും, ലക്ഷ്യം. ഈ ലക്ഷ്യമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള 4 ബെസ്റ്റ് സൊല്യൂഷൻസ് ഉണ്ട്. അതാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബെസ്റ്റ് സൊല്യൂഷൻ ടു റീച്ച് അവർ ഗോൾ. പറയട്ടെ, ശ്രദ്ധിക്കുമല്ലോ. നമ്പർ 1, ഏതൊരു രംഗത്തും നമ്പർ 1 ആകുക എന്നുള്ളതാണ്. നമ്പർ 1 ഇൻ ഇൻഡസ്ട്രി, നമ്പർ 1 ഇൻ സർവീസ്, നമ്പർ 1 ഇൻ എനിത്തിങ് എൽസ്. ഒന്നിൽ നമ്പർ 1 ആയി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത? ആ ജോലിയിൽ, ആ ഫീൽഡിൽ അല്ലെങ്കിൽ ആ രംഗത്ത് നമ്പർ 1 ആയി കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? വി ഡോണ്ട് ഹാവ് എനി കോമ്പറ്റീഷൻ. നമ്മളോട് കിടപിടിക്കാൻ ആരുണ്ടാവില്ല, മറ്റൊരാൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ദിസ് ഈസ് നമ്പർ 1. ഇനി നമ്പർ 2, ബെസ്റ്റ് ആവുക എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ ഇല്ല, ഇതിനകത്തൊന്നും ബെസ്റ്റ് ഇല്ല. ഏറ്റവും നന്നായി ചെയ്യുന്നവനായിട്ട് കിടപിടിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ടാണ് ഐഫോൺ വിജയിച്ചത്. എന്തുകൊണ്ടാണ് എലോൺ മാസ്ക് ഏറ്റവും സൂപ്പർ ഹീറോ ആയി നിൽക്കുന്നത്? ലോകത്തിന് അദ്ദേഹത്തെ കിടപിടിക്കാൻ ഒരാളില്ല. അതുകൊണ്ട് ഹീസ് ദ ബെസ്റ്റ്. അപ്പൊ ബെസ്റ്റ് ആവുക, ഏറ്റവും ബെസ്റ്റ് ആവുക എന്നുള്ളതാണ് നമ്പർ 2. ഇനി നമ്പർ 3, ഒരാള് നടക്കുന്ന വഴിയിലൂടെ നമുക്ക് നടക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇന്നേ വരെ ആരും നടക്കാത്ത വഴികളിലൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരേപോലെ ചിന്തിക്കാൻ എളുപ്പമാണ്, പക്ഷെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല, ആ ചിന്താഗതി വന്നാൽ നിങ്ങൾ വിജയിച്ചു. ആൻഡ് യു വിൽ ബിക്കം എ ഡിഫറൻറ്റ് ഇൻ ദ ഇൻഡസ്ട്രി, ഇൻ എനി ഫീൽഡ്. ഇതാണ് നമ്പർ 3. ഇനി നമ്പർ 4, ഇത് നിങ്ങൾ ആരും കേട്ടിട്ടില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ഹൈപ്പർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള വേർഡ് വളരെ കുറച്ച് ആളുകളെ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്താണ് ഹൈപ്പർ ട്രാൻസ്ഫോർമേഷൻ? നമ്മൾ സ്വയം മാറുക. എന്താണ് ഈ ഹൈപ്പർ? നമുക്കൊരു ലോ സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ല് തുടർന്ന പരീക്ഷണത്തിലൂടെ, തുടർന്ന പരിശ്രമത്തിലൂടെ അത് ഹൈ സ്കിൽ ആക്കി മാറ്റുക. എന്താണ് കാരണം? ലോ സ്കില്ലിൽ ദർ ഈസ് എ ലിമിറ്റ്. ഉദാഹരണത്തിന് ഒരു മാൻസൺ, ഒരു ആശാരിപ്പണി എടുക്കുന്ന ആളുടെ കൂലി ദാറ്റ് ഈസ് ലിമിറ്റഡ്. അവന് എവിടെ പോയി ആശാരിപ്പണി എടുത്താലും ഒരു ലെവലിന് മേലെ അവന് കൂലി കിട്ടില്ല. പക്ഷേ അത് ഒരു ആർക്കിടെക്ട് ആണെങ്കിലോ, ഒരു ആർക്കിടെക്ട് ആണെങ്കിൽ എന്ത് സംഭവിച്ചു? ദർ ഈസ് നോ ലിമിറ്റേഷൻ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? they transformed their lower skills into higher skills. ട്രാൻസ്ഫോർമേഷൻ ആണ് നടന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഒരു കുക്ക്, ഒരു ഹോട്ടൽ ജോലി ചെയ്യുന്ന ഒരു കുക്കിന് എന്തായാലും എവിടെ കുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാലും ഒരു ലിമിറ്റഡ് ഇൻകം ഉണ്ടാവുള്ളൂ. പക്ഷെ അതേ കുക്കിംഗ് എഫിഷ്യൻസി കൊണ്ട് അവന് ഫുഡ് കോർട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ വരുമാനത്തിന് ലിമിറ്റേഷൻ ഉണ്ടോ? ദർ ഈസ് നോ ലിമിറ്റേഷൻസ് ഇൻ ഹൈ സ്കിൽസ്. ഇതാണ് 4ാമത്തെ ടെക്നിക്ക്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മാനേജർ, ഒരു കമ്പനിയുടെ മാനേജർ, അവനൊരു കമ്പനി ഓൺട്രപ്രണർ ആയാൽ എന്ത് സംഭവിക്കും? ഹി ട്രാൻസ്ഫോം ഹിസ് ലോ സ്കിൽസ് ടു ഹൈ സ്കിൽസ്. ഇനി നമ്മളൊരു കമ്പനി നടത്തുമ്പോൾ അതിനകത്ത് നമ്മളെ റൺ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എൻ്റർപ്രണർ എന്ന് പറയും. പക്ഷെ കുറേ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ
ആ എൻ്റർപ്രണർ നമ്മൾ ഓൺട്രപ്രണറായി മാറുമ്പോൾ അവിടെയും നടക്കുന്നത് ലോ സ്കില്ലിൽ നിന്നും ഹയർ സ്കില്ലിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. ഞാൻ പറയട്ടെ, 4 പറഞ്ഞു. 5 കേൾക്കണോ? ഇല്ല, 5 ഇല്ല. അപ്പൊ ഏതൊക്കെയാണ്? നമ്പർ 1 ആവുക, ബെസ്റ്റ് ആവുക, ഡിഫറൻ്റ് ആവുക, ഹൈപ്പർ ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. യെസ്, ഐ എം ഡോക്ടർ അലി അരുമ്പറാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരാം. അതുവരെ ബൈ.